ഫ്രണ്ട്സ്, ആൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ ഏറ്റവും പുതിയ വീഡിയോ സെഷനിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. SSC GD 2026 നോട്ടിഫിക്കേഷൻ ഉടൻ വരാൻ പോവുകയാണ്. SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് തന്നെ കാണുക. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് ലഭിക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി SSC GDക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ തുടർന്നുള്ള പ്രോസസ്സിലും നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ തീർച്ചയായിട്ടും കരുതിയിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് നിങ്ങളുടെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് 10th പാസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ആവശ്യം. അതുപോലെ തന്നെ 10th അല്ല എങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡറി എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കയ്യിൽ കരുതാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് പെർമനന്റ് റെസിഡന്റ് സർട്ടിഫിക്കറ്റ് എന്നതാണ് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റിന്റെ മീനിങ്. നിങ്ങളുടെ സ്ഥിര താമസം തെളിയിക്കുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റ് ആണ് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്. അതും നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ്. നെക്സ്റ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്. അതായത് കാസ്റ്റ് റിസർവേഷൻ ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ എടുത്തിട്ടുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് തന്നെയായിരിക്കണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്. നെക്സ്റ്റ് വരുന്നത് നിങ്ങളൊരു എക്സ് സർവീസ് മെൻ ആണെങ്കിൽ അത് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ തീർച്ചയായിട്ടും കരുതുക. നെക്സ്റ്റ് NCC സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങളൊരു NCC കേഡറ്റ് ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൂടി നിങ്ങളുടെ കയ്യിൽ കരുതുക. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടുന്നത് നിങ്ങളുടെ ഐഡന്റിറ്റി പ്രൂഫ് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി കാർഡാണ്. അപ്പോൾ ആ ഒരു കാർഡായിട്ട് നിങ്ങൾക്കൊന്നെങ്കിൽ ആധാർ കാർഡോ അല്ലെങ്കിൽ പാൻ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ ഏതെങ്കിലും ID പ്രൂഫ് നിങ്ങൾ കയ്യിൽ കരുതണം. നെക്സ്റ്റ് വരുന്നത് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. അതായത് ഡിസ്ട്രിക്ട് മെഡിക്കൽ ബോർഡിൽ നിന്ന് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്. നിങ്ങളൊരു ഡിസബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ മാത്രം ഈ ഒരു സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ മതി. നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്. നിങ്ങൾ റീസെൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ SSCയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ വരാൻ പോവുകയാണ്. ഇത്രയും ഡോക്യുമെന്റ്സും നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നിലവിലില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നേരത്തെ തന്നെ റെഡിയാക്കി വെക്കുക. നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടൻ തന്നെ ഈ ഡോക്യുമെന്റ്സ് ആയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകാൻ. ഇനി SSC നോട്ടിഫിക്കേഷൻ ഉടൻ വരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ SSCയിലൂടെ റിക്രൂട്ട്മെന്റ് ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് SSCയിലൂടെ റിക്രൂട്ട്മെന്റ് വരാൻ പോകുന്നത് നിങ്ങൾക്കറിയാമോ? നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF നമ്മളുടെ SSC വഴി റിക്രൂട്ട് ചെയ്യുന്ന ഒരു പോസ്റ്റ് ആണ്. അതുപോലെ തന്നെ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISF ഉണ്ട്. അതുപോലെ CRPF സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ആണ്. സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് SSFും SSC വഴി റിക്രൂട്ട് ചെയ്യുന്ന പോസ്റ്റുകളാണ്. അതുപോലെ തന്നെ ഫോഴ്സസ് ഫോർ റിക്രൂട്ട്മെന്റ് ഓഫ് റൈഫിൾ മാൻ, അതായത് ആസാം റൈഫിൾസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കുമുള്ള റിക്രൂട്ട്മെന്റ്. ഈ കൊടുത്തിരിക്കുന്ന റിക്രൂട്ട്മെന്റ് എല്ലാം തന്നെ SSC ആണ് റിക്രൂട്ട് ചെയ്യുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക. അപ്പൊ ഇനി വരാൻ പോകുന്ന എന്തെല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിരിക്കും SSC GD കൂടാതെ ഇനി SSC വഴി എല്ലാ വർഷവും വരുന്ന നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്നും ഈ ഒരു നോട്ടിഫിക്കേഷന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും ഒക്കെ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് നോക്കാം ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത് SSC വഴിയുള്ള എല്ലാ എക്സാംസും കണ്ടക്ട് ചെയ്യുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നേരിട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ തന്നെയാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ഏതൊക്കെ പോസ്റ്റിലേക്കാണ് ഇനി വരാൻ പോകുന്നത്? കോൺസ്റ്റബിൾ GD അല്ലെ, SSC GD പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഉടൻ വരുന്നതാണ്. അതുപോലെ തന്നെ കോൺസ്റ്റബിൾ GD ഇൻ സെൻട്രൽ ആംഡ് ഫോഴ്സസ്, SSF റൈഫിൾ മാൻ ഇൻ ആസാം റൈഫിൾസ്, സെപ്പോയ് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എക്സാമിനേഷൻ തുടങ്ങി 2026 SSCയുടെ ഒട്ടനവധി പരീക്ഷകളാണ് വരാനായിട്ട് പോകുന്നത്. ഇനി പാരാമിലിറ്ററി ഫോഴ്സസ് ആയിട്ടുള്ള BSF, CISF, CRPF, SSB, ITBP തുടങ്ങിയ ഒട്ടനവധി ഫോഴ്സുകളും SSBയുടെ അണ്ടറിൽ വരുന്നുണ്ട്. ഇനി വേക്കൻസി എന്ന് പറയുമ്പോൾ നമ്മളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ കൃത്യമായി ഇത്തവണ എത്രത്തോളം വേക്കൻസീസ് ആണ് വരുന്നതെന്ന് അനൗൺസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് വരുന്നത് എക്സാം ടൈപ്പ് ആണ്. ഓൾ ഇന്ത്യ ലെവൽ എക്സാം ആണ് SSCയുടെ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ നാഷണൽ ലെവൽ എക്സാം ആണ് തീർച്ചയായിട്ടും SSC എക്സാം. നെക്സ്റ്റ് രജിസ്ട്രേഷൻ ഡേറ്റ് വരുന്നത്, അതായത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതിൽ കൃത്യമായിട്ട് വരുന്നതായിരിക്കും. നവംബർ 25 നിങ്ങളുടെ ആപ്ലിക്കേഷൻ വിൻഡോ ഒക്കെ ഓപ്പൺ ആകും എന്നുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ സൂക്ഷിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഏജ് ലിമിറ്റ് ആണ്. SSC GDക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ആർക്കൊക്കെയാണ് ഈ ഒരു
പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. 18 വയസ്സിനും 23 വയസ്സിനും പ്രായമുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ ക്വാളിഫിക്കേഷൻ വരുന്നത് 10th പാസ് ആണ്. അതായത് 10ാം ക്ലാസ് യോഗ്യതയുള്ള ഏതൊരു പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് ധൈര്യമായി തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതുവരെയുള്ള നമ്മുടെ SSCയുടെ വേക്കൻസി ട്രെൻഡ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. 2019 മുതൽ 2025 വരെ എത്തുന്ന സമയത്ത് ഓരോ വർഷവും ഓരോ തവണയും SSCയുടെ നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്ന വേക്കൻസികളിലെ മാറ്റത്തെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. 2019 54,593 വേക്കൻസി ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്. എങ്കിൽ 2026 ആയപ്പോൾ അത് വീണ്ടും 60,210 പോവുകയും പിന്നീട് ചെറുതായിട്ടൊന്ന് താരുകയും ചെയ്തു അല്ലെ. 25,271 വേക്കൻസികളാണ് 2021 റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം പിന്നീട് ഒരു കയറ്റം തന്നെ നമുക്ക് കാണാം. 2022 ആയപ്പോൾ 50,187 വേക്കൻസികളും പിന്നീട് 2025 ആയപ്പോഴേക്കും 53,690 വേക്കൻസികൾ വരെയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തവണത്തെ നോട്ടിഫിക്കേഷനിൽ ഇതിലപ്പുറം വേക്കൻസീസ് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആ ഒരു എക്സാമിന്റെ സിലബസ് തന്നെയായിരിക്കണം. സിലബസ് അറിഞ്ഞ് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാമിന് കൺസിസ്റ്റന്റ് ആയിട്ട് തയ്യാറെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ SSC GDയുടെ സിലബസും സെലക്ഷൻ പ്രോസസ്സും ഒക്കെയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ സ്റ്റേജ് 1, 2, 3, 4 അങ്ങനെ 4 സ്റ്റേജുകളായിരിക്കും നമ്മുടെ ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ ഉണ്ടായിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. അതിന് നമ്മൾ CBT എന്ന് പറയും അല്ലെ. ഓൺലൈൻ ആയിട്ടാണ് നിങ്ങളുടെ എക്സാം വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്. നിങ്ങളുടെ ശാരീരിക ക്ഷമത പരിശോധിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ടെസ്റ്റുകളാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും. ശേഷം വരുന്നത് മെഡിക്കൽ ടെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ 4 പ്രോസസ്സ് മാത്രമാണ് നമ്മുടെ ഈ ഒരു എക്സാമിന്റെ സെലക്ഷൻ പ്രോസസ് ആയിട്ട് വരുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് ഈ ഒരു സെലക്ഷൻ പ്രോസസ്സ്, അതായത് ഇത്രയും ഘട്ടങ്ങളിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കേന്ദ്ര സർക്കാർ ജോലി എന്ന സ്വപ്നം നിറവേറാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് സിലബസ് എന്ന് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സാമിന്റെ ഓൺലൈൻ എക്സാമിന്റെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 60 മിനിറ്റ്സ് ആയിരിക്കും. അതായത് 1 അവർ ആണ് നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്നത്. ഈച്ച് ക്വസ്റ്റ്യൻ വിൽ ക്യാരി 2 മാർക്സ്. അതായത് ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതമായിരിക്കും ലഭിക്കുന്നത്. എന്നാൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. ഓരോ തെറ്റുത്തരത്തിനും 0.25 മാർക്ക് വീതം ഡിഡക്ട് ചെയ്യുന്നതായിരിക്കും. ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ ഈ ഒരു എക്സാമിന്റെ സിലബസ് ഒന്ന് നോക്കിയാലോ. നോക്കിക്കേ, നമ്മുടെ ഈ ഒരു എക്സാമിന്റെ സിലബസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് ആണ്. അപ്പോൾ ഈ ജനറൽ ഇന്റലിജൻസ് റീസണിങ്ങിനകത്ത് നിന്ന് 20 ചോദ്യങ്ങളായിരിക്കും വരിക. ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതമാകുമ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് 40 മാർക്കായിരിക്കും. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ജനറൽ അവയർനെസ് ആൻഡ് ജനറൽ നോളജ് ആണ് സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത്. ഇവിടെയും 20 ചോദ്യങ്ങളായിരിക്കും. ശേഷം ലഭിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് 40 മാർക്കാണ്. നെക്സ്റ്റ് എലമെന്ററി മാത്തമാറ്റിക്സ് ആണ്. അതായത് സ്കൂൾ ലെവലിലൊക്കെ നമ്മൾ പഠിച്ച ബേസിക് മാത്സ് മാത്രമാണ് ഇവിടെ ചോദിക്കുന്നത്. ഇവിടെ 20 ചോദ്യങ്ങളായിരിക്കും. ഇവിടെയും 40 മാർക്ക് വീതം നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വരുന്നത് ഇംഗ്ലീഷ് ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും ഒരേ സിലബസ് ആയിരിക്കും ഇംഗ്ലീഷിൽ അല്ലേ. ഇംഗ്ലീഷിന്റെ ബേസിക് ഗ്രാമർ മാത്രം പഠിച്ചാൽ മതി. 20 ചോദ്യത്തിന് നിങ്ങൾക്ക് 40 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ടോട്ടൽ ലഭിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് 160 മാർക്കായിരിക്കും. 160 മാർക്കിന് 60 മിനിറ്റ് ആണ് സമയം ലഭിക്കുന്നത്. ക്ലിയർ അല്ലേ. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആൻഡ് ഡിഫൻസ് അക്കാഡമി നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ SSC GD ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ടും ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ വഴിയാണ് നിങ്ങൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഫീസ് വരുന്നത് 2,500 രൂപ മാത്രമാണ്. ഓൺലൈൻ കോഴ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതാണ്. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയിട്ട് റെക്കോർഡഡ് സെഷൻ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ വീക്ക്ലി 6 ഡേയ്സും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സിന് ശേഷവും ഡെയിലി പ്രാക്ടീസ് പേപ്പർ DPP ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ 100-ൽ പരം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സീറ്റുകൾ നിങ്ങൾ ഉടൻ തന്നെ ബുക്ക് ചെയ്യുക. താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുക. ലിമിറ്റഡ് സീറ്റുകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനുകൾ വരുമ്പോൾ ഉടൻ തന്നെ
അത് നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ 2 പ്ലാറ്റ്ഫോംസ് ആണ് റൺ ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ആൻഡ്രൻ ആർമി നേവി SSC RRB അക്കാഡമി എന്ന് പറയുന്ന ഞങ്ങളുടെ ടെലിഗ്രാം ചാനലാണ്. നോട്ടിഫിക്കേഷൻ വരുന്ന ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളും നോട്ടിഫിക്കേഷൻ്റെ PDF-കളും ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യവും തുടങ്ങി ഒട്ടനവധി ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലാണ് ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫൻസ് റിലേറ്റഡ് അപ്ഡേറ്റ്സ് ആയിരിക്കും ഞങ്ങൾ നിങ്ങൾക്കായിട്ട് തരുന്നത്. സോ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ കൂടി നിങ്ങൾ ഫോളോ ചെയ്യുക. സോ ഈ ഒരു വീഡിയോ കുറിച്ചോ അല്ലെങ്കിൽ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. 8281780396 എന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ 8851370762 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് കോൾ ചെയ്തോ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടോ അറിയിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.